എല്ലാവർക്കും ജോൺസ് ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ കാണുന്ന ആംപ്ലിഫയറിൻ്റെ റിവ്യൂ ആണ്. കാണുമ്പോൾ ഇതൊരു ആംപ്ലിഫയർ പോലെ തോന്നുന്നില്ലെങ്കിലും ഇത് നമ്മൾ ചെയ്തെടുത്തൊരു ആംപ്ലിഫയർ ആണ്. ഇതിനെ നമ്മൾ ഓൾഡ് DTHൻ്റെ ഒരു ക്യാബിനറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ആംപ്ലിഫയറിനെ കുറിച്ചൊരു ഷോർട്ട്സ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് മുൻപ് അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ ആംപ്ലിഫയറിൻ്റെ ബാക്ക് വശത്ത് ഒരു സ്റ്റീരിയോ ഇൻപുട്ടും ഒരു സ്റ്റീരിയോ ഔട്ട്പുട്ടും വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ആംപ്ലിഫയറിൻ്റെ മുകൾ വശത്തുള്ള ഈ കേസ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഈ ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് കേസ്, അതായത് ഇതിൻ്റെ മേലത്തെ കേസ് നമ്മൾ എടുത്ത് ഊരിക്കളയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഇതിൻ്റെ ഉൾവശം വരുന്നത്. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ ഉൾവശം വരുന്നത് ഇങ്ങനെയാണ്. TA2025 സ്റ്റീരിയോ ആംപ്ലിഫയർ IC ആണ് നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല പെർഫോമൻസ് തരുന്ന ഒരു IC ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വയറിംഗ് എന്ന് പറയുന്നത് അതായത് ഇത് കുറച്ച് മുൻപ് ചെയ്ത വർക്കാണ്. അപ്പോൾ അന്ന് അവൈലബിൾ ആയ പ്രോഡക്റ്റൊക്കെ വെച്ച് ചെയ്ത ഒരു വർക്കാണ്. അപ്പോൾ വയറിങ് മോശമാണെന്ന് പറഞ്ഞാൽ ആരും കമൻറ്റ് ഇടാൻ നിൽക്കണ്ട. അപ്പോൾ ഇതിൻ്റെ പവർ സപ്ലൈനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ആ DTHൽ വന്ന സെയിം പവർ സപ്ലൈ ആണ് നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ 3 വോൾട്ട് തൊട്ട്, അതായത് 3 വോൾട്ട്, 5 വോൾട്ട്, 7 വോൾട്ട്, 12 വോൾട്ട്, 33 വോൾട്ട് എന്നിങ്ങനെ ഔട്ട്പുട്ട് നമുക്ക് ഈ ഒരു പവർ സപ്ലൈയിൽ നിന്ന് കിട്ടുന്നുണ്ട്. നമ്മളിതിൽ 12 വോൾട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കാർബോർഡ് ഉണ്ടല്ലോ, ഈ കാർബോർഡ് വെക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് പവർ സപ്ലൈ ബോർഡും ഈ ക്യാബിനറ്റും തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ട്. അപ്പോൾ ആംപ്ലിഫയറുമായി ടച്ച് ചെയ്യാതിരിക്കാനാണ് ഈ കാർബോർഡ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന ചാർജിങ് പിന്ന് ഉപയോഗിച്ചാണ് നമ്മൾ ഇതിൻ്റെ പവർ സപ്ലൈ എടുത്തിരിക്കുന്നത്. അതായത് 12 വോൾട്ടാണ് നമ്മൾ ഇതിൽ നിന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല പെർഫോമൻസ് 12 വോൾട്ടിൽ നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഞാൻ 8 വോൾട്ട് എടുത്ത് കൊടുത്തപ്പോൾ വലിയ പെർഫോമൻസ് പോരാ, 12 വോൾട്ട് കൊടുത്തപ്പോൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് വശത്ത് ഒരു സ്റ്റീരിയോ ഇൻപുട്ടും സ്റ്റീരിയോ ഔട്ട്പുട്ടുമാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്പീക്കറിൻ്റെ കണക്ഷൻ എടുത്തിരിക്കുന്നത് ഒരു ചാനൽ നമ്മൾ അവിടെ നിന്ന് വയറെടുത്തിട്ട് ഈ RCA സോക്കറ്റിൽ നമ്മൾ സോൾഡർ ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് നമ്മളിതാ ഇവിടുന്ന്, അതായത് ഇതിൻ്റെ താഴത്ത് നിന്ന് സോൾഡർ ചെയ്തിട്ട് നമ്മൾ ഈ RCA സോക്കറ്റിൽ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഇതിൻ്റെ സ്റ്റീരിയോ ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും നമ്മൾ ആ RCA സോക്കറ്റിൽ തന്നെയാണ് സോൾഡർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് വരുമ്പോൾ ഇതിൽ 2 വോളിയം കൺട്രോളാണ് വരുന്നത്. അതിൽ ഒരു പവർ ബട്ടൺ അടങ്ങുന്ന മാസ്റ്റർ വോളിയം കൺട്രോളും ഒരു ട്രിപ്പിൾ കൺട്രോളാണ് വരുന്നത്. ഇത് ഈ ബോർഡിൽ ഇൻബിൽട്ടായിട്ട് വന്നിരുന്നതായിരുന്നു. പിന്നീട് നമ്മൾ അത് ഡീസോൾഡർ ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഫിറ്റ് ചെയ്തതാണ് ഈ ക്യാബിനറ്റിൽ. അപ്പോൾ ഈ സ്ക്രൂ അയച്ച് നമുക്കിതൊന്ന് അയച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ടിൽ വരുന്ന 2 സ്ക്രൂ നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ ഇതിൽ വരുന്നത് ഈ കാണുന്ന വയറുണ്ടല്ലോ, അത് 2 LED നമ്മൾ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് 5 വോൾട്ട് എടുത്തിട്ടാണ് നമ്മളത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു LED നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് വോളിയം കൺട്രോൾ നോബ്, അതായത് ഒരു 100Kൻ്റെയും ഒരു 47Kൻ്റെയും വോളിയം കൺട്രോളാണ് വരുന്നത്. പിന്നീട് ഈ കാണുന്ന LED ലൈറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ സ്വിച്ചുകൾ വന്നിരുന്നതിൻ്റെ, അപ്പോൾ ആ സ്വിച്ചുകൾ അവിടെ ഇല്ലല്ലോ. അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയാണ് അവിടെ ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ രണ്ടാമത് ലൈറ്റ് വെച്ചിരിക്കുന്നത് ഈ കാണുന്ന ഭാഗത്താണ്. ഈ കാണുന്ന ഭാഗത്ത് നമ്മൾ ഇങ്ങോട്ട് തിരിച്ചാണ് വെച്ചിരിക്കുന്നത്. അതായത് ഈ കാണുന്ന ഭാഗം ഉണ്ടല്ലോ, അതായത് ഞാനിപ്പോൾ തൊടുന്ന ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഈ ഒരു ഭാഗത്ത് അത് റിഫ്ലക്ഷൻ അടിച്ച് നേരെ നമ്മൾ ഫ്രണ്ട് പാനലിലേക്ക് വരും. അപ്പോൾ അത് ഒരു ഭംഗിക്ക് വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇതിൽ യഥാർത്ഥത്തിൽ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ കാണുന്ന LA4440 ഒറിജിനൽ IC ആംപ്ലിഫയർ ബോർഡാണ്. അപ്പോൾ ഇത് വെച്ചായിരുന്നു നമ്മളിത് അസംബിൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പവർ സപ്ലൈയിൽ ഇത് വർക്ക് ചെയ്യുമെങ്കിലും കുറച്ചുകൂടി മാറൊക്കെ വർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ 12 വോൾട്ട് 5 ആംപിയർ കൊടുക്കണമെങ്കിൽ നമുക്ക് 8 ഇഞ്ചിൻ്റെ ഒരു സ്പീക്കറൊക്കെ വൂഫർ നല്ല രീതിയിൽ റൺ ചെയ്യിപ്പിക്കാൻ പറ്റും. നല്ല വർക്കായിരിക്കും കിട്ടുന്നത്. പക്ഷേ നമുക്ക് പവർ സപ്ലൈ ഒരു വിഷയമായതുകൊണ്ടാണ് അത് വെറുതെ വിട്ടത്. അപ്പോൾ ഈ കാണുന്ന ഇൻഫിനിറ്റീൻ്റെ കമ്പ്യൂട്ടർ സ്പീക്കർ, ഇതിൽ വരുന്ന ആംപ്ലിഫയർ ബോർഡായിരുന്നു നമ്മൾ നിലവിൽ ആ ഒരു കേസിൽ സെറ്റ് ചെയ്തത്. ഇത് നമ്മൾ ഹോം തിയേറ്ററിൻ്റെ റിയർ ചാനലായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാനിത് എടുത്തിരിക്കുന്നത് സ്ക്രാപ്പിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ ഒരു റീസ്റ്റോറേഷൻ വേണ്ടി നമ്മൾ ചെയ്തതാണ്. ഇതിൻ്റെ റിയർ ചാനലായിട്ടാണ് ഇതിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഫ്രണ്ട് ചാനലായിട്ട് നമ്മൾ ഫിലിപ്സിൻ്റെ 2 സ്പീക്കർ വെച്ചിട്ടുണ്ട്. സെൻറ്ററിൽ നമ്മൾ ഐവാൻ്റെ ഒരു കമ്പനി സ്പീക്കറാണ് വെച്ചിരിക്കുന്നത്. ഇത് റൂമിൽ ചെറുതായിട്ട് സെറ്റ് ചെയ്തൊരു 5.1 സെറ്റപ്പാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഓഡിയോ ഒരു ചെക്ക് നടത്തി നോക്കാം. ഇപ്പോൾ നമ്മൾ 8 ഇഞ്ചിൻ്റെ 2 വൂഫറാണ് ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. 4 ഇഞ്ചിൻ്റെ സ്പീക്കറായിരിക്കും ഏറ്റവും ബെറ്റർ. പക്ഷേ 8 ഇഞ്ചിലും അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഹോം തിയേറ്റർ എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഔട്ട്പുട്ട്, ഇതിൻ്റെ ബ്ലൂടൂത്ത് മൊഡ്യൂളിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് എടുത്തിട്ടാണ് ഇതിൽ ഇൻപുട്ടായി കൊടുക്കുന്നത്. ഓക്സ് കേബിൾ കൊടുക്കാം, പക്ഷേ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂൾ ഇതിൽ എക്സ്റ്റേണൽ ആഡ് ചെയ്യാം. അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കമൻറ്റ് ഇട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് സ്റ്റാൻഡ് ബൈ ഓഫ് ആയതിനാൽ തന്നെ
ഒരിക്കലും ഇതിന് സൗണ്ട് വരില്ല. അപ്പോൾ ഓൺ ചെയ്താൽ മാത്രമേ ഇതിന് സൗണ്ട് വരികയുള്ളൂ. അപ്പോൾ ഇതിൽ സ്റ്റാൻഡ് ബൈ ഇപ്പോൾ ഓഫ് ആയതിനാൽ അപ്പോൾ അതിന് ഒരു സൗണ്ട് വരുന്നില്ല. അപ്പോൾ നമുക്ക് ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ഈ കാണുന്ന പവർ ബട്ടൺ അടങ്ങുന്ന വോളിയം കൺട്രോളും തിരിച്ചാലേ അത് ഓൺ ആവുകയുള്ളൂ. ലൈറ്റ് നമ്മൾ പവർ സപ്ലൈയിൽ ഓൾറെഡി കൊടുത്തുകൊണ്ട് നമുക്ക് അത് വർക്ക് ആയിരിക്കും. ആംപ്ലിഫയർ ഓൺ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വോളിയം കൺട്രോൾ നോബ് തിരിച്ചാൽ മാത്രമേ ആംപ്ലിഫയർ ഓൺ ആവുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയ സൗണ്ട് ടെസ്റ്റ് നടത്തി നോക്കാം. അപ്പോൾ നോൺ കോപ്പിറൈറ്റ് ആയ ഒരു സോങ് നമുക്ക് പ്ലേ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഫുൾ വോളിയത്തിലാണ് വെച്ചിരിക്കുന്നത്. ട്രബിൾ നമുക്ക് കൂട്ടി കൊടുക്കാം. നമ്മൾ ഫുള്ളിൽ വെച്ചിട്ടുണ്ട് ട്രബിൾ. അപ്പോൾ നിങ്ങളിതിൻ്റെ ഓഡിയോ കേട്ട് കാണും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഓഡിയോ ക്വാളിറ്റി തന്നെ വരുന്നത്. അതായത് ട്രബിൾ ആണെങ്കിലും ബാസ് ആണെങ്കിലും ഒക്കെ ഒരു ബാലൻസ്ഡ് ആയ രീതിയിലാണ് വരുന്നത്. ഈ ഒരു ക്യാബിനറ്റിനുള്ളിൽ ഒരു ക്ലാസ് ടി ആംപ്ലിഫയർ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ, ഞാനങ്ങനെ ചെയ്യാത്തതിൻ്റെ പ്രധാന കാരണം ഈ ആംപ്ലിഫയർ അപ്പോൾ വെറുതെ കിടക്കും. അപ്പോൾ ഉള്ളത് വെച്ച് ഞാൻ ചെയ്തതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ആംപ്ലിഫയർ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ ഹാളിൽ യൂസ് ചെയ്യുന്ന സൗണ്ട് സിസ്റ്റം. ഇത് നമ്മൾ പുറത്തുനിന്ന് ചെയ്തെടുത്ത സിസ്റ്റമാണ്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, കമൻറ്റ് ഇട്ടാൽ നമുക്ക് ഇതിൻ്റെ റിവ്യൂ ചെയ്യാം. ഇത് ഈ മൈക്കിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ജോൺസ് ടെക് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്. ഇതുപോലത്തെ വീഡിയോ ആയിരിക്കും നമ്മളെ ചാനലിൽ വരിക. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.